ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ണുകളെ കുളിരണിപ്പിക്കുന്ന, കാതുകളെ കിടിലം കൊള്ളിപ്പിക്കുന്ന ജർമ്മനിയിലെ അതിമനോഹരമായ ഒരു നഗരത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെ അധികം ഇരുത്തി മുഷിപ്പിക്കാതെ നേരെ നമ്മൾ ഓരോ യാത്ര പോകുമ്പോഴും ഏറെ പ്രതീക്ഷകളോടെയാണ് യാത്ര ആരംഭിക്കുന്നത്. അതുപോലെ ഞങ്ങളും ഡൽഹിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 127 കിലോമീറ്ററാണ് ഡൽഹിയിൽ നിന്നും ദ്രസ്തനിലേക്ക്. യാത്ര സുഗമമാക്കാൻ ഞാനും എൻ്റെ ചങ്ങായിയും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ട്രെയിനിൻ്റെ ഇരുവശങ്ങളിലുമായുള്ള കാഴ്ചകളാണ്. അതിമനോഹരമായ പാർപ്പിടങ്ങളും കൃഷിത്തോട്ടങ്ങളും വിചിത്രമായ ഭൂപ്രദേശങ്ങളുമാണ് ഇരുവശങ്ങളിലും. ജർമ്മനിയിലെ വീടുകൾക്കും വളരെ പ്രത്യേകതകളുണ്ട്. ശീതകാലമായാൽ അതിതണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് ഉണ്ടാവുക. അതിനാൽ വീടുകളുടെ ടോപ്പ് ഗോപുരം പോലെയാണ് പണിയുക. ചില വീടുകളുടെ ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ മെറ്റൽ കൊണ്ടാണ്. അതിവേഗം മഞ്ഞു വീഴുന്ന മേഖലകളിൽ മഞ്ഞുപാളികൾ വീടിന് മുകളിൽ നിന്നും അടർന്നു വീഴാനാണ് ഇത്തരത്തിലുള്ള രീതിയിൽ നിർമ്മാണം നടത്തുന്നത്. ദ്രസ്തൻ എന്ന നഗരത്തിന് കുറേയധികം പ്രത്യേകതകളാണുള്ളത്. സാക്സൺ എന്ന ബുണ്ടസ്ലാൻഡിലാണ് ദ്രസ്തൻ സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ഗതാഗത ശൃംഖലയുമായി സംയോജിപ്പിച്ച് ട്രെയിനിലോ കാറിലോ വിമാനത്തിലോ എല്ലാ ദിശകളിൽ നിന്നും എത്തിച്ചേരാനാവും. പ്രധാന ജർമ്മൻ നഗരങ്ങളുടെ ഏരിയ താരതമ്യം ചെയ്യുമ്പോൾ ബെർലിൻ, ഹാംബർഗ്, കൊളോൺ എന്നിവയ്ക്ക് ശേഷം ദ്രസ്തനാണ് 4ാം സ്ഥാനത്ത്. എൽബയുടെ ഇരു കരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന നഗരം സമുദ്രനിരപ്പിൽ നിന്ന് 113 മീറ്റർ ഉയരത്തിൽ കിഴക്ക് ഐര് പർവ്വതങ്ങൾ, എൽബെ സാൻഡ്സ്റ്റോൺ പർവ്വതങ്ങൾ എന്നിവയുടെ താഴ്വരയിൽ ഉൾച്ചേർന്നിരിക്കുന്നു. 383 മീറ്റർ ഉയരത്തിൽ ദ്രസ്തനിലെ ഏറ്റവും ഉയരമുള്ള ട്രൈബൻബർഗ് സ്ഥിതി ചെയ്യുന്നു. ഇതൊരു മലയാണ് കേട്ടോ. 62% വനപ്രദേശമുള്ള ദ്രസ്തൻ യൂറോപ്പിലെ ഏറ്റവും ഹരിത നഗരത്തിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ദ്രസ്തൻ നഗരം കലയുടെയും സംസ്കാരത്തിൻ്റെയും നഗരമായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല ഗവേഷണം, ബിസിനസ്, സംസ്കാരം എന്നിവയുടെ കേന്ദ്രമാണ് ദ്രസ്തൻ നഗരം. നഗരത്തിലാകെ 9 സർവകലാശാലകളുണ്ട്. 33,506 വിദ്യാർത്ഥികളുള്ള സാങ്കേതിക സർവകലാശാല ജർമ്മനിയിലെ ഏറ്റവും വലിയ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നു. എൽബയുടെ ഇടതുകരയിൽ 19ാം നൂറ്റാണ്ടിൻ്റെ കഥ പറയുന്ന പഴയ കെട്ടിടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ കെട്ടിടങ്ങൾ തകർന്നെങ്കിലും അൾട്ട്സ്റ്റാട്ട്, അതായത് പഴയ പട്ടണത്തിൽ ഇന്നും നമുക്ക് ആ കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. സാക്സൺ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സാക്സൺ സ്റ്റേറ്റ് പാർലമെൻറ്റിൻ്റെയും നിരവധി സംസ്ഥാന അധികാരികളുടെയും ആസ്ഥാനമെന്ന നിലയിൽ നഗരം സക്സോണിയുടെ രാഷ്ട്രീയ കേന്ദ്രമാണ്. കൂടാതെ ഫ്രീ സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽ, കോസ്മെറ്റിക്, മെക്കാനിക്കൽ, വെഹിക്കിൾ ആൻഡ് പ്ലാന്റ് എഞ്ചിനീയറിംഗ്, ഒപ്റ്റിക്കൽ വ്യവസായം, വ്യാപാര, ടൂറിസം മേഖലകൾ എന്നിവയും ദ്രസ്തൻ പ്രദേശത്ത് വലിയധികം മൂല്യം സൃഷ്ടിക്കുന്നു.
ദ്രസ്ദനിൻ്റെ പ്രധാന ലാൻഡ്മാർക്കുകളിലൊന്നായി ഹോഫ്കിർഷെ നിലകൊള്ളുന്നു. 1738 മുതൽ 1751 വരെ വാസ്തുശില്പിയായ ഗെയ്റ്റാണോ ചിയാവേരിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കത്തോലിക്ക ഇലക്ടർ തൻ്റെ സ്വന്തം ഉപയോഗത്തിനും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉപയോഗത്തിനും വേണ്ടി കത്തീഡ്രൽ നിർമ്മിച്ചു. 1945 ഫെബ്രുവരിയിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ദ്രസ്ദനിലെ ബോംബാക്രമണം നടന്നപ്പോൾ പള്ളിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കിഴക്കൻ ജർമ്മൻ സർക്കാർ 1962 ഈ കെട്ടിടം പുനഃസ്ഥാപിച്ചത്. കോട്ടയിലേക്കുള്ള പാലത്തിൻ്റെ പുനർനിർമ്മാണം ഉൾപ്പെടെ പുനരേകീകരണത്തെ തുടർന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്നിത് ദ്രസ്ദൻ മെയ്സൺ രൂപതയുടെ കത്തീഡ്രലാണ്. പകൽ സമയത്ത് സൗജന്യ പ്രവേശനം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിർമ്മാണം പൂർത്തിയാക്കാതെ ചിയാവേരി 1748 ദ്രസ്ദൻ വിട്ടു. കാരണങ്ങളെക്കുറിച്ച് ചില അനുമാനങ്ങളുണ്ട്. അവയിൽ മന്ദഗതിയിലുള്ള നിർമ്മാണ പുരോഗതിയാണ് ഒന്നാമത്തേത്. കാത്തലിക് കോർട്ട് ചർച്ചിൻ്റെ ഗോപുരം 1867 മുതൽ 1868 വരെ ദ്രസ്ദൻ നഗര വാസ്തുശില്പിയായ അഡോൾഫ് ക്യാൻസലറുടെ നേതൃത്വത്തിൽ വിപുലീകരമായി അറ്റകുറ്റപ്പണികൾ നടത്തി. 1900 പള്ളി ഒരു ഭൂഗർഭ ഡിസ്ട്രിക്ട് ഹീറ്റിംഗ് ചാനൽ വഴി ആദ്യത്തെ ജർമ്മൻ ഡിസ്ട്രിക്ട് ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രിസിറ്റി പ്ലാന്റുമായി ബന്ധിപ്പിച്ചു. 1945 ഫെബ്രുവരി 13 മുതൽ 15 വരെ ദ്രസ്ദനിൽ നടന്ന വ്യോമാക്രമണത്തിൽ പള്ളിയിൽ പലതവണ സ്ഫോടകാത്മക ബോംബുകൾ പതിച്ചു. ഉള്ളിലെ മേൽക്കൂരയും നിലവറകളും തകർന്നു. പുറം ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചിലയിടങ്ങളിൽ പൂർണ്ണമായി നശിക്കപ്പെടുകയും ചെയ്തു. പുനർനിർമ്മാണം 1965 വരെ നീണ്ടുനിന്നു. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത കോർണർ ചാപ്പലുകളിൽ 3 ഒറിജിനലിന് സമാനമായി പുനഃസ്ഥാപിച്ചു. 2020 മാർച്ച് മുതൽ 2021 ഫെബ്രുവരി വരെ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കത്തീഡ്രൽ അടച്ചിരുന്നു. സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു വീഡിയോയിലെത്തി നിങ്ങളെ മുഷിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ദ്രസ്ദനിലെ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ രണ്ടാമത്തെ പാർട്ടും വരുന്നതായിരിക്കും. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. അതായത് നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും സപ്പോർട്ടുമാണ് എൻ്റെ മുമ്പോട്ടുള്ള വളർച്ച. അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത പാട്ടുമായിട്ട് കാണുന്നവരേക്കും ബൈ.